ഹായ്, ഇന്ന് നമ്മൾ പുതിയൊരു തിരക്കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ തിരക്കഥ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇതൊരു സയൻസ് ഫിക്ഷൻ തിരക്കഥയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങളിതിലെ മെയിൻ ക്യാരക്ടർ റോയ്സ് എന്നാണ് മെയിൻ ക്യാരക്ടറുടെ പേര്. അപ്പോൾ ആ ക്യാരക്ടറെ പൃഥ്വിരാജ് സുകുമാരൻ സാറിൻ്റെ ആ ഒരു ഫേസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വലിപ്പിക്കാതെ തിരക്കഥയിലേക്ക് പോകാം. സ്പെക്ട്ര എന്നാണ് ഈ തിരക്കഥയുടെ പേര്. സംവെയർ ഇൻ കേരള. എക്സ്റ്റീരിയർ ഓർ ഇൻറ്റീരിയർ സൂപ്പർ മാർക്കറ്റ് നൈറ്റ്. സമയം രാത്രി 11 അടുക്കുന്നു. സിറ്റിയുടെ തിരക്കിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്. ക്യാഷ്യറിൻ്റെ ഭാഗത്ത് ഒരാളിരുന്ന് കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിം കളിക്കുകയാണ്. ഗെയിമിൻ്റെ ശബ്ദം ഉറക്കെ അവിടെ പ്ലേ ആവുകയാണ്. വേറെ സ്റ്റാഫ് ആരും അവിടെയില്ല. ഉള്ളിൽ സാധനങ്ങളുടെ റാക്കിനടുത്തുകൂടി ട്രോളിയുമായി ഒരാൾ നടക്കുന്നുണ്ട്. റോയ്സ് എന്നാണ് പേര്. കറുത്ത ജാക്കറ്റാണ് വേഷം. മിൽക്ക് ഷേക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് വന്ന് അയാൾ ഒരു കുപ്പിയെടുത്ത് ഇൻഗ്രീഡിയൻസ് വായിക്കുമ്പോൾ മുഖം കാണിക്കുന്നു. മധ്യവയസ്കനാണെങ്കിലും അത് തോന്നിക്കാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസി സ്റ്റൈൽ ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ചാം പ്രായത്തെ മൂടി വച്ചിരിക്കുന്നു. അതേസമയം പുറത്തൊരു യെല്ലോ ലംബോർഗിനി വന്ന് നിർത്തുന്നു. ക്യാഷിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ശ്രദ്ധ ഗെയിമിൽ നിന്ന് മാറി ആ കാറിലേക്കായി. ലംബോർഗിനി ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് മുഖത്തു നിന്നും വ്യക്തം. അതിൽ നിന്നും കണ്ടാൽ സായിപ്പിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്കിറങ്ങി. ഹൈ റിച്ച് ആണെന്ന് വേഷവിധാനത്തിൽ നിന്ന് മനസ്സിലാകും. അയാൾ അകത്തേക്ക് കയറി വന്നു. അത് നോക്കിക്കൊണ്ടിരുന്ന ഗെയിമറിൻ്റെ ഗെയിമിൽ മെയിൻ ക്യാരക്ടർ വെടിയേറ്റ് മരിച്ചു. അതായത് ആ ശ്രദ്ധ പോയപ്പോൾ ഗെയിമിലെ ആ ക്യാരക്ടർ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ ആ റിച്ച് മാൻ ക്ലോസിംഗ് ടൈം. അപ്പോൾ ക്യാഷ്യർ അല്പം ടെൻഷനോടെ ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം. അപ്പോൾ റിച്ച് മാൻ താങ്ക് യു. അയാൾ ഉള്ളിലെ സാധനങ്ങളിരിക്കുന്ന റാക്കിനടുത്തേക്ക് പോയി. ക്യാഷ്യർ വാച്ചിൽ സമയം നോക്കിയ ശേഷം വീണ്ടും ഗെയിം ആദ്യം മുതൽ കളിക്കാൻ തുടങ്ങി. റിച്ച് മാൻ അവിടെയെല്ലാം ഒന്ന് കണ്ണോടിച്ച ശേഷം അവിടെ നിൽക്കുന്ന റോയ്സിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നിട്ട് റിച്ച് മാൻ എക്സ്ക്യൂസ് മീ. അത് കേട്ട് റോയ്സ് ഇദ്ദേഹത്തെ നോക്കുന്നു. അപ്പോൾ റിച്ച് മാൻ ഐ എം റോഹൻ, യു ലുക്ക് ഫെമിലിയർ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ റോയ്സ് ലൈബ്രറി, ജിം, ഹോട്ടൽ ആൻഡ് സൂപ്പർ മാർക്കറ്റ്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് നീ എൻ്റെ പുറകെ ഉണ്ട്, അൺനാച്ചുറലി. അത് കേട്ട് റോഹൻ്റെ മുഖം മാറി. റോഹൻ ഊപ്സ്. അപ്പോൾ റോയ്സ് സ്റ്റോപ്പ് ഫോളോവിങ് മീ. അപ്പോൾ റോഹൻ പറ്റില്ല, പീസ്ഫുൾ ലൈഫ് ഈസ് എ മിത്ത്. അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഡെത്ത് ഈസ് ദി ഒൺലി എസ്കേപ്പ്. അപ്പോൾ റോയ്സ് ദെൻ ഡൈ. അത് പറഞ്ഞുകൊണ്ട് തന്നെ അതേ നിമിഷം റോയ്സ് തോക്കെടുത്ത് റോഹൻ്റെ തലയ്ക്ക് വെടിവെച്ചു. അയാൾ മറിഞ്ഞു വീണു. സൈലൻസർ ആയതുകൊണ്ട് ക്യാഷിലിരിക്കുന്നയാൾ അത് കേട്ടില്ല. അയാൾ ഗെയിമിൽ മുഴുകിയിരിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ റോയ്സ് ട്രോളിയുമായി ക്യാഷ്യറിൻ്റെ അടുത്ത് വന്ന് നിന്നു. ട്രോളിയിൽ റോഹൻ്റെ ബോഡി കിടത്തിയിരിക്കുകയാണ്. സാധനങ്ങളൊന്നും അതിലില്ല. ക്യാഷ്യർ ഗെയിം പോസ് ചെയ്ത് എണീറ്റു. അപ്പോൾ ട്രോളിയിൽ കിടക്കുന്ന റോഹനെ കണ്ട് അയാൾ സ്തംഭിച്ചു നിന്നു. റോയ്സ് നോട്ട് മേശപ്പുറത്ത് വെച്ച് അവിടെ ഇരിക്കുന്ന വലിയൊരു ലോലിപോപ്പ് എടുത്ത് ട്രോളിയിൽ കിടക്കുന്ന റോഹൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. റോയ്സ് കീപ് ദ ചേഞ്ച്. അയാൾ ട്രോളിയുമായി പുറത്തേക്ക് പോയി റോഹനെ ലംബോർഗിനിയുടെ ഉള്ളിലിരുത്തി. ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറി ലംബോർഗിനി കറക്കിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. ക്യാഷ്യർ ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ അത് നോക്കി നിൽക്കുകയാണ്. കണ്ടത് വിശ്വസിക്കാനാകാത്ത മട്ടിൽ അയാൾ കമ്പ്യൂട്ടറിൽ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്തു. എന്നാൽ വിഷ്വൽസ് എല്ലാം കറപ്റ്റഡാണ്. ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ അയാൾ ഇരിക്കുന്നു. ഇലക്ട്രോണിക് ടൈപ്പ് മ്യൂസിക് ഹൈ ബീറ്റിൽ ചാർജ് ചെയ്ത് വരുമ്പോൾ റോയ്സ് ഓടിക്കുന്ന ലംബോർഗിനി റോഡിലൂടെ ഒരു സിഗ്നലും ട്രാഫിക് റൂളും വകവയ്ക്കാതെ ചീറിപ്പായുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു. അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ് മോർണിംഗ്. ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ മുമ്പ് കണ്ട ക്യാഷ്യർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും തിരക്കാണ് അവിടെ. അയാൾ അക്ഷമനായാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പോലീസുകാരൻ അവൻ്റെ അടുത്തേക്ക് വന്നു. പോലീസുകാരൻ ഇയാളാണോ ആരെയോ വെടിവെച്ച് കൊല്ലുന്ന കണ്ടെന്ന് പറഞ്ഞത്? അപ്പോൾ ക്യാഷ്യർ അതെ സാറേ. അപ്പോൾ പോലീസുകാരൻ അടിമുടി നോക്കിക്കൊണ്ട് സാർ അകത്തേക്ക് വരാൻ പറഞ്ഞു, ചെന്ന് കാര്യം പറ. ക്യാഷ്യർ വെപ്രാളത്തോടെ താങ്ക് യു സാർ. അയാൾ പ്രധാന ഇൻസ്പെക്ടറുടെ ക്യാബിനിലേക്ക് ചെന്നു. ഇൻറ്റീരിയർ ക്യാബിൻ ഏതാനും സമയത്തിന് ശേഷം. എല്ലാം കേട്ടിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത മട്ടിൽ ഇൻസ്പെക്ടർ ജോൺ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാഷ്യർ സാർ ഞാനിത് പറഞ്ഞിട്ടാരും വിശ്വസിക്കുന്നില്ല, സാറെങ്കിലും വിശ്വസിക്കണം. അപ്പോൾ ജോൺ വിശ്വസിക്കാം, പക്ഷേ വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? വിഷ്വൽസ് പോട്ടെ, അറ്റ്ലീസ്റ്റ് ബ്ലഡ് എങ്കിലും കണ്ടോ?
അപ്പോൾ ക്യാഷ്യർ, ബ്ലഡ് ഒരു തുള്ളി പോലും കണ്ടില്ല സാറേ. അപ്പോൾ ജോൺ, എടോ മനുഷ്യനല്ലേ, തലയ്ക്ക് വെടിയേറ്റ ചോര ഗുളുഗുളാന്നൊഴുകും. അപ്പോൾ ക്യാഷ്യർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ജോൺ ആലോചിച്ചുകൊണ്ട്, ഇയാൾ ഏതായാലും ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോ, ഞാനൊരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വരാം. അപ്പോൾ ക്യാഷ്യർ വിശ്വാസമില്ലാത്ത മട്ടിൽ, സർ അത്. അപ്പോൾ ജോൺ, വരാന്നേ, ഞാനല്ലേ പറയുന്നത്. ചുമ്മാ ഒരുത്തൻ വന്ന് വേറൊരുത്തനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ, അതും പബ്ലിക് പ്ലേസിൽ വെച്ച്. ഇതെന്താ എൻ്റെ കൊച്ചു കളിക്കുന്ന വീഡിയോ ഗെയിമോ? ഞാൻ വരാം, നീ ചെല്ല്. ക്യാഷ്യർ വിശ്വാസമില്ലെങ്കിലും തല കുലുക്കി പുറത്തേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ അകത്തേക്ക് വന്നു. പോലീസുകാരൻ, സർ ഇവൻ പറയുന്നത് ഉള്ളതായിരിക്കുമോ? അപ്പോൾ ജോൺ, എനിക്കറിയില്ല, എന്ന് വെച്ച് തള്ളിക്കളയണ്ട, നിങ്ങളൊരു 4 പേര് സമയം കിട്ടുമ്പോൾ അവിടെ ഒന്ന് ചെല്ല്. അപ്പോൾ പോലീസുകാരൻ, പോകാം സാർ. അപ്പോൾ അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ സൂപ്പർ മാർക്കറ്റ്. കുറേ സമയത്തിന് ശേഷം അവിടെ നല്ല തിരക്കുണ്ട്. ക്യാഷിൽ കസ്റ്റമേഴ്സിൻ്റെ സാധനങ്ങൾ സ്കാൻ ചെയ്ത് ബില്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആളുടെ സാധനങ്ങൾ ബില്ല് ചെയ്യാനായി നോക്കിയപ്പോൾ ഒരു ലോലിപോപ്പ് ഇരിക്കുന്നു. അത് കണ്ട് ക്യാഷ്യർ അത് വെച്ച കസ്റ്റമറിനെ നോക്കി. തലേദിവസം വെടിയേറ്റ് മരിച്ച റോഹനാണത്. ക്യാഷ്യർ ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ റോഹനോട്, സർ നിങ്ങളിന്നലെ? അപ്പോൾ റോഹൻ സംശയത്തോടെ, ഇന്നലെ? അത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ ക്യാഷ്യർ നിൽക്കുകയാണ്. അപ്പോൾ റോഹൻ ഫോണിൽ ഒരു ഫോട്ടോ കാണിക്കുന്നു. റോഹൻ, ഇയാളെ ഇവിടെ കണ്ടിട്ടുണ്ടോ? ക്യാഷ്യർ ആ ഫോട്ടോയിലേക്ക് നോക്കി. അതിൽ റോഹൻ്റെ തന്നെ ചിത്രമാണ്, തലേന്ന് കണ്ട അതേ വേഷം. ക്യാഷ്യർ ആ ചിത്രത്തിലേക്കും റോഹനെയും മാറി മാറി നോക്കി. അപ്പോൾ റോഹൻ പുഞ്ചിരിച്ചുകൊണ്ട്, കണ്ടിട്ടുണ്ടല്ലേ? ക്യാഷ്യർ ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ റോഹൻ, നമുക്ക് കുറച്ചൊന്ന് മാറി നിന്ന് സംസാരിക്കാം, 5 മിനിറ്റ് മതി. അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ സൂപ്പർ മാർക്കറ്റ്. ഏതാനും നിമിഷത്തിന് ശേഷം അകത്ത് തന്നെ കുറച്ച് മാറി ആരുമില്ലാത്തൊരു സ്ഥലത്ത് ക്യാഷ്യറും റോഹനും നിൽക്കുകയാണ്. അപ്പോൾ റോഹൻ, നീ ഇന്നലെ കണ്ടത് എൻ്റെ ബ്രദറിനെയാണ്, മൈ ട്വിൻ ബ്രദർ. ക്യാഷ്യർ മൗനത്തിലാണ്. അപ്പോൾ റോഹൻ, ദാറ്റ് ഗായ്, അവനെ ഷൂട്ട് ചെയ്യുന്നത് നീ കണ്ടോ? അപ്പോൾ ക്യാഷ്യർ പേടിച്ച്, ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല, തലയ്ക്ക് വെടിയേറ്റ ബോഡിയുമായിട്ട് അയാൾ പോകുന്നതാണ് കണ്ടത്. റോഹൻ ഷെയ്ഡ്സ് ഊരി തുടച്ചു. എന്നിട്ട് റോഹൻ, അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ ക്യാഷ്യർ, അറിയാം, ഒരു തവണ ഹോം ഡെലിവറിക്ക് ഇവിടെ നിന്ന് ഞാൻ പോയിട്ടുണ്ട്, സ്ഥിരം കസ്റ്റമറാണ്, വീട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ റോഹൻ ഷെയ്ഡ്സ് വയ്ക്കുന്നു. എന്നിട്ട് റോഹൻ പുഞ്ചിരിച്ചുകൊണ്ട്, എങ്കിൽ അഡ്രസ്സ് ഒന്ന് പറ. തെല്ലും വിഷമമില്ലാതെ നേർത്ത പുഞ്ചിരിയോടെയാണ് റോഹൻ നിൽക്കുന്നത്. അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ റോയ്സിൻ്റെ വീട്. പകൽ. നിറയെ മരങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് ഒരു ചെറിയ വീട്. തൊട്ടടുത്തെങ്ങും ആൾത്താമസമില്ല. വീടിൻ്റെ മുറ്റത്ത് മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഹമ്മർ കിടക്കുന്നു. ഒരു വാർ വെഹിക്കിൾ പോലെയാണ് ആ വണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. നിറയെ തോക്കുകളും മറ്റും ഘടിപ്പിച്ചിരിക്കുന്നു. റോയ്സ് ഹമ്മറിൽ എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തോ സ്പാനറിട്ട് മുറുക്കി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതും എന്തോ പന്തികേടുള്ളതുപോലെ അയാൾ അങ്ങനെ തന്നെ നിന്നു. മെല്ലെ മുഖമുയർത്തി ആകാശത്തേക്ക് നോക്കി. അവിടെ മുകളിൽ ഒരു ഡ്രോൺ ഉയർന്നു നിന്ന് റോയ്സിൻ്റെ ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. റോയ്സ് കണ്ടെന്ന് മനസ്സിലായതും ഡ്രോൺ അവിടെ നിന്നും ദൂരേക്ക് പറന്നു. റോയ്സ് പെട്ടെന്ന് കിട്ടിയ വലിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഡ്രോൺ പോകുന്ന ദിശയിൽ പിന്നാലെ ഓടി. എക്സ്റ്റീരിയർ ഫോറസ്റ്റ്. മരങ്ങൾക്കിടയിലൂടെ റോയ്സ് അതിവേഗത്തിൽ ഓടുകയാണ്. തെല്ലും കിതപ്പില്ലെന്ന് മാത്രമല്ല, അസാമാന്യ വേഗതയിലുമാണ് അയാൾ ഓടുന്നത്. കുറേ ഓടി ഒരിടത്ത് ചെന്നതും റോയ്സ് കയ്യിലെ സ്ക്രൂ ഡ്രൈവർ ഡ്രോണിന് നേർക്ക് കറക്കി എറിഞ്ഞു. അതിവേഗത്തിൽ കറങ്ങി ചെന്ന സ്ക്രൂ ഡ്രൈവർ കൃത്യം ഡ്രോണിൽ തറച്ചു. ഡ്രോൺ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിലത്ത് വീണു. വീണ് കിടക്കുന്ന ഡ്രോണിനടുത്ത് വന്ന് നിൽക്കുന്ന റോയ്സിൻ്റെ കാലുകളുടെ ദൃശ്യം കാണിക്കുന്നു. അയാളുടെ ഒറ്റ ചവിട്ടിന് ഡ്രോൺ പൊട്ടിച്ചിതറുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ റോയ്സിൻ്റെ വീട്. നിമിഷങ്ങൾക്ക് ശേഷം റോയ്സ് ദൂരെ നിന്നും വേഗത്തിൽ വന്ന് വീടിനകത്തേക്ക് കയറുന്നു. കയറി വന്നതും പെട്ടെന്ന് മുന്നിലെ കാഴ്ച കണ്ട അയാൾ നിന്നു. മുന്നിൽ ഷോക്കേസിലെ ഒരു ഫോട്ടോയിലേക്ക് നോക്കി റോഹൻ നിൽക്കുകയാണ്. എന്നിട്ട് റോഹൻ, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. അയാൾ തിരിഞ്ഞ് റോയ്സിനെ നോക്കി. എന്നിട്ട് റോഹൻ, സെനറ്റർ വാണ്ട്സ് ടു ടോക്ക് ടു യു. തൊട്ടടുത്ത നിമിഷം പിന്നിൽ നിന്നും ഒരു സോൾജർ ഇലക്ട്രിക് ചാർജുള്ള ഒരു വെപ്പൺ കൊണ്ട് റോയ്സിനെ ഷോക്ക് അടിപ്പിക്കുന്നു. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ജമ്മു ആൻഡ് കാശ്മീർ. മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകൾ. ടൂറിസ്റ്റുകളും കച്ചവടക്കാരും അടക്കം തിരക്കുള്ള ഒരു മാർക്കറ്റ്. അവിടെ ഒരു പഴക്കടയിൽ നല്ല പ്രായമുള്ളൊരു വൃദ്ധനിരിക്കുകയാണ്. തണുപ്പകറ്റാനുള്ള കമ്പിളി വസ്ത്രമാണ് വേഷം. അയാളുടേതാണ് ആ കട. ഒരു പയ്യൻ ആവശ്യക്കാർക്ക് പഴങ്ങൾ എടുത്തു കൊടുക്കുന്നു. മുഖത്തെ കണ്ണട ഉറപ്പിച്ചു വെച്ച് അയാൾ കണക്കുകൾ നോക്കുകയാണ്. അതേ നിമിഷം അയാളുടെ കയ്യിൽ എന്തോ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി.
അയാളുടെ സ്ലീവ് കുറച്ച് മുകളിലേക്ക് കയറ്റുന്നു. കയ്യിലെ ഡിജിറ്റൽ വാച്ചിൽ എന്തോ അപായ സൂചന പോലെ പോപ്പപ്പ് കാണുന്നു. ഈ സമയത്ത് അതൊട്ടും പ്രതീക്ഷിക്കാത്ത മട്ടിൽ അയാളുടെ മുഖം മാറുന്നു. വൃദ്ധൻ അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന പയ്യനോട് ഹിന്ദിയിൽ, എനിക്ക് വീട്ടിലൊന്ന് പോകണം, നീ ആരെങ്കിലും നിർത്തിയിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയാക്ക്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ റോയ്സിൻ്റെ വീട്. കുറച്ച് സമയത്തിന് ശേഷം റോയ്സ് ആലസ്യത്തോടെ കണ്ണു തുറക്കുന്നു. അയാളുടെ ദേഹം ആസകലം വരിഞ്ഞു മുറുക്കി കെട്ടി കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ വീടും പരിസരവും നിറയെ സോൾജേഴ്സാണ്. റോഹൻ അവിടെ മുന്നിലിരുന്ന് ലോലിപ്പോപ്പ് നുണയുന്നു. എന്നിട്ട് റോഹൻ റോയ്സിനെ നോക്കിക്കൊണ്ട് റിഗെയിനിങ് കോൺഷ്യസ്നെസ്. അപ്പോൾ റോയ്സ് ചുറ്റിനും നോക്കി. എന്നിട്ട് റോയ്സ് വേർ ഇസ് സെനറ്റർ. അപ്പോൾ റോഹൻ നിലവിൽ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ബട്ട് വരും. ഇതറിഞ്ഞാൽ ആൾ വൈകാതെ വരും. ഇറ്റ്സ് എ വെയിറ്റിംഗ് ഗെയിം. അപ്പോൾ റോയ്സ് ഐ ഡോണ്ട് വർക്ക് ഫോർ സെനറ്റർ. അപ്പോൾ റോഹൻ യു വിൽ ആൻഡ് യു ഓൾവേസ് വിൽ ബി. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ കശ്മീർ. കശ്മീരിലെ ഒരു വില്ലേജിലെ ഒരു കൊച്ചു വീടിന് മുന്നിൽ കടയിലെ പയ്യൻ ബൈക്കിൽ ഈ വൃദ്ധനെ കൊണ്ടുവന്നാക്കുന്നു. വൃദ്ധൻ ബൈക്കിൽ നിന്നിറങ്ങി. വൃദ്ധൻ ഹിന്ദിയിൽ, നീ പോയിക്കോ, വൈകിട്ട് കട പൂട്ടി താക്കോൽ നീ വെച്ചോ, ഞാൻ കാലത്ത് വന്നേക്കാം. കട്ടാവുന്നു. ഇൻറ്റീരിയർ വൃദ്ധൻ്റെ വീട്. വൃദ്ധൻ വീടിനകത്തേക്ക് കയറി വാതിലടച്ചു. ആകെ അലങ്കോലമായി കിടക്കുന്ന വീടാണത്. ഒരു ടേബിളിൽ ചിപ്പുകളും മറ്റും ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നു. അയാൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. കട്ടാവുന്നു. ഇൻറ്റീരിയർ റോയ്സിൻ്റെ വീട്. റോഹൻ കയ്യിലെ ലോലിപ്പോപ്പ് ടേബിളിൽ വെച്ചു. റോഹൻ യു ആർ അറ്റംപ്റ്റിംഗ് ടു ഫ്ലീ ഫ്രം സെനറ്റേഴ്സ് അതോറിറ്റി. ദർ ഷുഡ് ബി കോൺസിക്വൻസസ്. അപ്പോൾ റോയ്സ് സെനറ്ററിൻ്റെ പ്ലാൻ എന്ത് തന്നെ ആയാലും ഞാൻ കൂടെ നിൽക്കില്ല. കൂടെ നിൽക്കില്ലെന്ന് മാത്രമല്ല, ഐ വിൽ ഡിഫെൻഡ് ആൻഡ് ഐ വിൽ സ്റ്റോപ്പ് ഹിം. അത് കേട്ട് റോഹൻ ചാടി എണീറ്റ് M16 ഗണ്ണെടുത്ത് റോയ്സിൻ്റെ നേർക്ക് ചൂണ്ടുന്നു. എന്നിട്ട് റോഹൻ അഹാ ദ വെയ്റ്റ് ഓഫ് യുവർ വേർഡ് ക്യാൻ ക്രഷ് യു. റോയ്സ് ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് റോഹൻ റെസിഗ്നേഷൻ കൊടുത്തിട്ട് പിരിഞ്ഞു പോകാൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ജോബ്, ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. ഇൻഫാക്റ്റ് യു ബിട്രേഡ് അസ്. റോഹൻ തോക്ക് താഴ്ത്തി വീണ്ടും സോഫയിലിരുന്നു. ടേബിളിലെ ലോലിപ്പോപ്പ് വീണ്ടും എടുത്ത് നുണഞ്ഞു. എന്നിട്ട് റോഹൻ അല്ലെങ്കിൽ എന്തിനാ വെറുതെ സെനറ്ററിന് വെയിറ്റ് ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യേണ്ടത് ഞാനങ്ങ് ചെയ്താൽ പോരെ, രണ്ടും ഒന്നല്ലേ. അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ വൃദ്ധൻ്റെ വീട്. വൃദ്ധൻ സിസ്റ്റത്തിൽ നോക്കുന്നു. അതിൽ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി അനോട്ടമി കാണിക്കുന്നു. അതിൽ ഹിറ്റ് പോയിൻറ്റ് 40 ആണ് കാണിക്കുന്നത്. അടുത്ത് ബോണസ് 60 അൺയൂസ്ഡ് ആയി കാണിക്കുന്നുണ്ട്. വൃദ്ധൻ കണ്ണട നേരെ വെച്ചതിന് ശേഷം ഹിറ്റ് പോയിൻറ്റ് ബൂസ്റ്റ് ചെയ്യുന്നു. ബോണസ് കുറഞ്ഞ് 0 ആകുമ്പോൾ ഹിറ്റ് പോയിൻറ്റ് 100 ആകുന്നു. കോമ്പാറ്റ് പവർ 100ൽ തന്നെയാണ് കാണുന്നത്. അത് കണ്ട് അയാൾ പിന്നിലേക്ക് ചാരിയിരുന്ന് പുഞ്ചിരിക്കുന്നു. അവിടെ നിന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ റോയ്സിൻ്റെ വീട്. റോഹൻ ദിസ് ഈസ് മൂവിങ് ടു സ്ലോലി, ബോറിങ്, ഐ നീഡ് ആക്ഷൻ. അയാൾ ലോലിപ്പോപ്പ് നുണഞ്ഞുകൊണ്ട് തന്നെ M16 തോക്കെടുത്ത് വീണ്ടും ചൂണ്ടി. എന്നിട്ട് റോഹൻ ബസ്റ്റഡ്. റോഹൻ തുരുതുരെ വെടിവെക്കുന്നു. എന്നാൽ അതിനു മുൻപേ റോയ്സ് ഫുൾ എനർജിയിൽ ദേഹത്തെ കെട്ടുപൊട്ടിച്ച് ഒഴിഞ്ഞു മാറി. സോൾജേഴ്സ് എല്ലാം പെട്ടെന്ന് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് റോഹൻ ഹോൾഡ് യുവർ ഫയർ എന്ന ആംഗ്യം കാണിക്കുന്നു. എല്ലാവരും വെടിവെക്കുന്നത് നിർത്തി. നിശബ്ദമായിരിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം മുന്നിൽ 2 അഡ്വാൻസ്ഡ് ഗ്രനേഡ് വന്ന് വീഴുന്നു. അപ്പോൾ റോഹൻ ഉറക്കെ സ്വയം നൈറ്റ്മെയർ. അവർ പിന്നിലേക്ക് കുതിച്ചതും ഗ്രനേഡ് പൊട്ടുന്നു. റോഹൻ തെറിച്ച് പുറത്തേക്ക് വീണു. കൂടുതൽ സോൾജേഴ്സ് പുറത്തുണ്ട്. അവർ വീടിന് ചുറ്റും വളഞ്ഞു. റോഹൻ്റെ ദേഹത്തു നിന്നും രക്തമൊഴുകുന്നുണ്ടെങ്കിലും അയാൾക്ക് വേദനയോ തളർച്ചയോ ഇല്ല. അവൻ പുറത്ത് നിന്നുകൊണ്ട് തന്നെ അകത്തേക്ക് തുരുതുരെ വെടിവെച്ചു. ശേഷം ഒരു സോൾജറിൻ്റെ ദേഹത്തു നിന്നും ഗ്രനേഡ് എടുത്ത് വീടിലേക്ക് എറിഞ്ഞു. 2-3 എറിഞ്ഞു. വീട് പൂർണ്ണമായും പൊട്ടിത്തെറിച്ച് കത്തിച്ചാമ്പലായി തകർന്നു വീണു. അത് നോക്കി നിൽക്കെ പെട്ടെന്ന് എന്തോ അനക്കം പോലെ കേട്ട് റോഹൻ പുറത്ത് കിടക്കുന്ന ഹമ്മറിലേക്ക് നോക്കി. ഹമ്മർ മെല്ലെ കുലുങ്ങുന്നുണ്ട്. സോൾജേഴ്സ് എല്ലാം പെട്ടെന്ന് ഹമ്മറിലേക്ക് തോക്ക് ചൂണ്ടി. പെട്ടെന്ന് ഹമ്മർ സ്റ്റാർട്ടായി. തൊട്ടടുത്ത നിമിഷം ഹമ്മറിൻ്റെ ബോണറ്റിൻ്റെ ഭാഗത്തുള്ള തോക്കുകൾ ഇവർക്ക് നേരെ തിരിഞ്ഞ് തുരുതുരെ വെടിവെക്കാൻ തുടങ്ങി. റോഹനും സോൾജേഴ്സും തിരിച്ച് വെടിവെക്കുന്നു. എന്നാൽ ഹമ്മറിനൊരു പോറൽ പോലും പറ്റുന്നില്ല. മാത്രമല്ല റോഹൻ്റെയും സോൾജേഴ്സിൻ്റെയും ദേഹത്ത് വെടിയേൽക്കുന്നുണ്ടെങ്കിലും അവർ വീഴുന്നില്ല. തലയ്ക്ക് വെടികൊള്ളുന്നവർ മാത്രമാണ് വീഴുന്നത്. റോഹൻ ഒഴിഞ്ഞു മാറി. ഡ്രൈവിംഗ് സീറ്റിൽ റോയ്സ് ഇരിക്കുന്നുണ്ട്. റോയ്സ് ഹമ്മർ അവിടെ ഇട്ട് കറക്കി ഷൂട്ട് ചെയ്യുന്നു. ഹമ്മറിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഗ്രനേഡുകളും തെറിച്ചു വീണ് പൊട്ടുന്നുണ്ട്. അപ്പോൾ റോഹൻ മറഞ്ഞു നിന്നുകൊണ്ട് മൈക്രോഫോണിലൂടെ ക്ലോസ് എയർ സപ്പോർട്ട് നൗ, ഐ റിപ്പീറ്റ് ക്ലോസ് എയർ സപ്പോർട്ട് നൗ. അത് പറഞ്ഞതും മുകളിൽ 3 ഹെലികോപ്റ്ററുകൾ വരുന്നു. റോയ്സ് അത് കണ്ടു. അയാൾ ഹമ്മർ അവിടെ നിന്നും ദൂരേക്ക് ഓടിച്ചു. 2 ഹെലികോപ്റ്റർ ഹമ്മറിന് പിന്നാലെ ലക്ഷ്യമാക്കി പോയി.
ഒരെണ്ണം താഴേക്ക് താഴ്ത്തി റോഹന് കയറാനെന്ന വണ്ണം നിർത്തി. ഹമ്മർ കിടന്നിടത്ത് അടിയിൽ നിന്നും കയറാനുള്ള വഴിയുണ്ടെന്ന് റോഹൻ അപ്പോഴാണ് കാണുന്നത്. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ഫോറസ്റ്റ്. കാടിനുള്ളിലൂടെ ഹമ്മർ കുതിച്ചു ചാടിയും മറ്റും പോകുന്നു. ഹെലികോപ്റ്ററുകൾ ഷൂട്ട് ചെയ്തുകൊണ്ട് പിന്നാലെ ഉണ്ട്. മാത്രമല്ല സോൾജേഴ്സ് ബൈക്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് പുറകെയുണ്ട്. ഹമ്മർ മിസൈലുകൾ ഹെലികോപ്റ്ററിന് നേർക്ക് വിടുന്നു. ഒപ്പമെത്തുന്ന ബൈക്കുകാരെ ഇടിപ്പിച്ചും ഷൂട്ട് ചെയ്തും വീഴ്ത്തി ഹമ്മർ നീങ്ങി. ഹമ്മർ അതിവേഗത്തിൽ മലയുടെ മുകളിൽ ഒരു ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. വൻ മരങ്ങളായതിനാൽ ഹെലികോപ്റ്ററിൻ്റെ വെടികൊള്ളാതെ രക്ഷപ്പെടുന്നുണ്ട്. ഹമ്മർ മലയുടെ മുകളിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് വന്ന് നിന്നു. മുന്നിലിനി വഴിയില്ല. ഹെലികോപ്റ്റർ അവിടേക്ക് വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. റോയ്സ് ഹമ്മർ തിരിച്ചു നിർത്തി. തൊട്ടടുത്ത നിമിഷം ഹമ്മറിൽ നിന്നും ഒരു മെഷീൻ വന്ന് കുഴൽക്കിണർ താഴ്ത്തുന്നത് പോലെ മണ്ണിലേക്കെന്തോ കുഴിച്ച് താഴ്ത്താൻ തുടങ്ങി. ഒപ്പം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. ബൈക്കിലുള്ളവർ വെടികൊണ്ട് ചിതറി വീണു. ഹെലികോപ്റ്ററിൻ്റെ വെടികൊണ്ട് ഹമ്മർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഹമ്മർ മണ്ണിലേക്ക് കൂടുതൽ ഗ്രിപ്പിൽ നിന്നു. ശേഷം ഒരു തോക്കിൽ നിന്നും വെടിയുതിർത്തതും ഹമ്മറിൻ്റെ കേബിള് ഹെലികോപ്റ്ററിന് താഴേക്ക് വലിച്ചടിപ്പിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ഹെലികോപ്റ്ററും അവിടേക്ക് എത്തിയപ്പോൾ റോയ്സ് ഹമ്മറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. കയ്യിൽ പുതിയൊരു തരം ഫ്യൂച്ചറിസ്റ്റിക് ഗണ്ണാണുള്ളത്. ബീറ്റ് ചാർജ് ചെയ്ത് സീനിനെ എലവേറ്റ് ചെയ്യുന്നു. ശേഷം റോയ്സ് ഹെലികോപ്റ്ററിന് നേർക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എനർജി ബീമാണ് അയാളുടെ തോക്കിൽ നിന്നും പോകുന്നത്. രണ്ടാമത്തെ ഹെലികോപ്റ്റർ അവിടെ നിന്നും വെടികൊള്ളാതെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് താഴ്ത്തി. അപ്പോഴേക്കും ഹമ്മർ വലിച്ചടിപ്പിക്കുന്ന ഹെലികോപ്റ്റർ നിലത്തോട് അടുത്തിരുന്നു. അതിലെ സോൾജേഴ്സിനെ ബീം ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി റോയ്സ് ആ ഹെലികോപ്റ്ററിനുള്ളിലേക്ക് കയറുന്നു. വെടികൊള്ളാതെ താഴ്ത്തിയ ഹെലികോപ്റ്റർ അവർ റാപ്പിഡ് ഫയറിന് തയ്യാറാക്കി വീണ്ടും മുകളിലേക്ക് ഉയർത്തി. എന്നാൽ മുകളിലേക്ക് ഉയർന്നു ചെന്ന് നിൽക്കുമ്പോൾ കാണുന്നത് അവിടെ ഇവർക്ക് നേരെ എയിം ചെയ്ത് നിൽക്കുന്ന മറ്റേ ഹെലികോപ്റ്ററിനെയാണ്. അതിൻ്റെ കൺട്രോൾ ഇപ്പോൾ റോയ്സിൻ്റെ കയ്യിലാണ്. തൊട്ടടുത്ത നിമിഷം അയാൾ മിസൈൽ ഷൂട്ട് ചെയ്ത് മറ്റേ ഹെലികോപ്റ്ററിനെ തകർക്കുന്നു. ആ ഹെലികോപ്റ്റർ തകർന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് വീണു. അപ്പോഴേക്കും അവിടേക്ക് റോഹന് കയറാനായി വൈകിയ ഹെലികോപ്റ്റർ വന്നു. പാതി പുറത്തേക്കിരിക്കുന്ന റോഹൻ കാണുന്നത് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന റോയ്സിനെയാണ്. റോഹൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. തുടർന്ന് അവിടെ ഈ രണ്ട് ഹെലികോപ്റ്ററുകൾ തമ്മിൽ മാറി മാറി പരസ്പരം ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ തമ്മിലുള്ള ഷൂട്ടൗട്ട് ഹെലി ഇലക്ട്രോണിക് മ്യൂസിക്കിൻ്റെ സഹായത്തോടെ കാണിക്കുന്നു. രണ്ട് ഹെലികോപ്റ്ററുകൾക്കും പരസ്പരം വെടികൊള്ളുന്നുണ്ട്. ഒഴിഞ്ഞു മാറിയും വട്ടമിട്ട് കറക്കിയും ഷൂട്ട് ചെയ്തുകൊണ്ട് അവിടെ വലിയൊരു ഷൂട്ടൗട്ട് നടക്കുകയാണ്. ഒടുവിൽ റോയ്സിൻ്റെ ഹെലികോപ്റ്റർ തകരുമെന്ന മട്ടിലായി. അയാൾ അവസാന ശ്രമം എന്ന മട്ടിൽ മറ്റേ ഹെലികോപ്റ്ററിൻ്റെ നേർക്ക് ഇടിച്ചു കയറ്റി. അതിനോടൊപ്പം റോയ്സ് പുറത്തേക്ക് എടുത്ത് ചാടി. എന്നാൽ മറ്റേ ഹെലികോപ്റ്ററിൽ നിന്നും റോഹനും എടുത്തു ചാടിയിരുന്നു. അന്തരീക്ഷത്തിൽ രണ്ട് ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ റോഹനും റോയ്സും താഴേക്ക് ചാടുന്ന ദൃശ്യം കാണിക്കുന്നു. ആകെ ഇരുട്ടാവുന്നു. എക്സ്റ്റീരിയർ ഫോറസ്റ്റ്. വലിയൊരു പൊട്ടിത്തെറിക്ക് ശേഷമുള്ള മൂളൽ പോലെ ഒരു ഇരമ്പൽ കേൾക്കുന്നു. ദൃശ്യം വ്യക്തമാകുമ്പോൾ താഴെ റോയ്സ് കിടക്കുകയാണ്. ശരീരത്തിൻ്റെ പകുതിയും കത്തിയും വെടികൊണ്ടും തീർന്നിരിക്കുന്നു. ആ ഭാഗങ്ങളിൽ ഇരുമ്പടക്കമുള്ള ലോഹങ്ങളാണ് കാണുന്നത്. പക്ഷേ ബ്ലഡുണ്ട്. ബിക്കോസ് ഹീസ് എ സൈബോർഗ്. തോളും കൈയുമെല്ലാം ഡിസ്ലൊക്കേറ്റഡ് ആണ്. അയാൾ മെല്ലെ എഴുന്നേക്കാൻ ശ്രമിച്ചു. ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോൾ കാണുന്നത് റോഹൻ അവിടേക്ക് വരുന്നതാണ്. അവനും ദേഹമാസകലം തകർന്ന് പൊള്ളി തീർന്നിരിക്കുകയാണ്. അവനും മെഷീൻ തന്നെയാണ്. അവൻ ഒരു കാല് വലിച്ചുകൊണ്ടാണ് വരുന്നത്. റോയ്സും അവനടുത്തേക്ക് നടന്നു. റോഹൻ ഉറക്കെ ഇലക്ട്രോണിക് വോയിസിൽ, യു ആർ എലോൺ ബട്ട് ഐ ആം ലീജിയൻ. അവർ രണ്ടും അടുത്തെത്തി. തുടർന്ന് ഇവർ തമ്മിൽ അവിടെ ഫൈറ്റ് ചെയ്യുന്നു. വേദന അറിയാതെയുള്ള രണ്ട് മെഷീനുകൾ തമ്മിലുള്ള ഭീകര ഫൈറ്റ്. കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഫൈറ്റിനൊടുവിൽ റോയ്സ് റോഹൻ്റെ തല പറിച്ചെടുക്കുന്നു. ശരീരം നിലത്ത് വീണു. റോയ്സ് ആ തലയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് റോയ്സ് പാതി ഇലക്ട്രോണിക് വോയിസിൽ, ഗെയിം ഓവർ, റിട്രൈ എലോൺ. ശേഷം ആ തല ഇടത് കൈകൊണ്ട് ഇടിച്ചിടിച്ച് പൊടിച്ച് തരിപ്പണമാക്കി. ഹെലികോപ്റ്ററുകളും ബൈക്കുകളും മറ്റ് സോൾജേഴ്സും തകർന്നു കിടക്കുന്നതിൻ്റെ നടുവിൽ റോയ്സ് എഴുന്നേറ്റ് നിൽക്കുന്നു. അവിടെ നിന്ന് എനർജി തീരെയില്ലാത്ത മട്ടിൽ നടന്നു നീങ്ങുന്നു. ഇൻറ്റീരിയർ വൃദ്ധൻ്റെ വീട്. സ്ക്രീനിൽ 12 ഹിറ്റ് പോയിൻറ്റ്സ് ആണിപ്പോൾ കാണിക്കുന്നത്. വൃദ്ധൻ എന്ത് വേണമെന്നറിയാതെ നിൽക്കുന്നു. അയാൾ സിസ്റ്റം ഓഫ് ചെയ്തു. ശേഷം കണ്ണുനീര് തുടയ്ക്കുന്നു. എക്സ്റ്റീരിയർ സൂപ്പർ മാർക്കറ്റ് നൈറ്റ്. സമയം രാത്രി 11 കഴിഞ്ഞു. ക്യാഷ്യർ സൂപ്പർ മാർക്കറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയതും ദൂരെ നിന്നും ഒരു യെല്ലോ ലംബോർഗിനി വന്ന് നിർത്തി. കഴിഞ്ഞ ദിവസം കണ്ട അതേ ലംബോർഗിനിയാണത്. ഗ്ലാസ് താഴ്ത്തുമ്പോൾ അതിൽ റോയ്സാണ്. മുഖത്തിൻ്റെ പാതി മെഷീനാണ്. ക്യാഷ്യർ അത് നോക്കി അമ്പരന്ന് നിൽക്കുന്നു. ഇൻറ്റീരിയർ ക്യാഷ്യറിൻ്റെ വീട്. കുറച്ച് സമയത്തിന് ശേഷം വീടിനുള്ളിൽ റോയ്സ് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ്.
ക്യാഷ്യർ അദ്ദേഹത്തിൻ്റെ ഇരുമ്പ് ഭാഗങ്ങളിൽ അത്ഭുതത്തോടെ തൊട്ടു നോക്കുന്നു. അപ്പോൾ ക്യാഷ്യർ, ഹു ആർ യു? അപ്പോൾ റോയ്സ്, ഐ നീഡ് ഹെൽപ്പ്. വെറുതെ വേണ്ട, യു വിൽ ഗെറ്റ് പെയ്ഡ്. അപ്പോൾ ക്യാഷ്യർ, ഈസ് ഇറ്റ് റിയൽ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റോയ്സ്, ന്യൂസ് കണ്ടു നോക്ക്. അത് കേട്ട് ക്യാഷ്യർ TV ഓൺ ചെയ്ത് ന്യൂസ് വയ്ക്കുന്നു. അതിൽ ഫോറസ്റ്റിൽ വലിയ സ്ഫോടനവും തകർന്ന ഹെലികോപ്റ്ററുകളുടെയൊക്കെ വാർത്തയാണ്. തീവ്രവാദ ഏറ്റുമുട്ടലുകളാണെന്നാണ് വാർത്തകൾ വരുന്നത്. അവിടെ കിടന്നു കിട്ടിയ സൈബോർഗുകളുടെ ബോഡി പാർട്ടുകളുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നു. ക്യാഷ്യർ അത് കണ്ട് അമ്പരന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ റോയ്സ്, ഗെറ്റ് മീ ടു കാശ്മീർ. അപ്പോൾ ക്യാഷ്യർ, കാശ്മീർ? അപ്പോൾ റോയ്സ്, പെയ്ഡ് ജോബ്, ലംബോർഗിനി റിവാർഡ്. അത് പറഞ്ഞുകൊണ്ട് റോയ്സ് ലംബോർഗിനിയുടെ താക്കോൽ നീട്ടുന്നു. അതുകൊണ്ട് ക്യാഷ്യറിൻ്റെ മുഖം തെളിഞ്ഞു. ഇൻറ്റീരിയർ ക്യാഷ്യറിൻ്റെ വീട്. പിന്നീട് റോയ്സ് ശരീരത്തിലെ തകർന്ന ഭാഗങ്ങൾ മറയ്ക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് കാണിക്കുന്നു. ക്യാഷ്യർ ലംബോർഗിനി ഭദ്രമായി മൂടിയിടുന്ന ദൃശ്യങ്ങളും കാണിക്കുന്നു. എക്സ്റ്റീരിയർ എയർപോർട്ട്. ചെക്കിങ്ങിൽ അസ്വാഭാവികതയൊന്നുമില്ലാതെ പാസ് ചെയ്തു പോകുന്നത് കാണിക്കുന്നു. പാസ്പോർട്ടിൽ അപ്രൂവ്ഡ് സീൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ വൃദ്ധൻ്റെ വീട്. വെളുപ്പിന് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് വൃദ്ധൻ കണ്ണു തുറന്നത്. അയാൾ കണ്ണ് തിരുമ്മി കണ്ണട വെച്ച് ചെന്ന് വാതിൽ തുറന്നു. അവിടെ ക്യാഷ്യറും ഒപ്പം റോയ്സും നിൽക്കുന്നു. ക്യാഷ്യറിനെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും റോയ്സിനെ കണ്ടപ്പോൾ അയാൾ കണ്ണട ഉറപ്പിച്ചു വയ്ക്കുന്നു. ഇൻറ്റീരിയർ വൃദ്ധൻ്റെ വീട്. കുറച്ച് സമയത്തിന് ശേഷം അവിടെ ക്യാഷ്യർ നല്ല ചൂട് ചായ കുടിക്കുകയാണ്. തണുപ്പ് കൊണ്ട് അയാൾ വിറയ്ക്കുന്നുണ്ട്. അപ്പുറത്ത് നിറയെ വയറുകളും മറ്റും ഘടിപ്പിച്ച നിലയിൽ റോയ്സ് കിടക്കുന്നു. അബോധാവസ്ഥയിലാണെന്ന് വ്യക്തം. വൃദ്ധൻ അവൻ്റെ അടുത്തേക്ക് വന്നു. വൃദ്ധൻ, ഇവനെ എങ്ങനെ കണ്ടെത്തി? അപ്പോൾ ക്യാഷ്യർ, ചെറിയ പരിചയമുണ്ട്, അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത മട്ടിലാണ് അവനത് പറഞ്ഞത്. വൃദ്ധൻ, എൻ്റെ അടുത്തേക്ക് ഇനി ഒരിക്കലും വരില്ലെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ക്യാഷ്യർ, ശരിക്കും ഇയാൾ ആരാ? റോബോട്ടോ? എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വൃദ്ധൻ, ഹീ ഈസ് എ ലീതൽ ഇൻസ്ട്രുമെൻറ്റ്, പ്രിസിഷൻ ക്രാഫ്റ്റഡ് ഫോർ മോഡേൺ കോമ്പാറ്റ്. ക്യാഷ്യർ മനസ്സിലാകാത്ത മട്ടിൽ നോക്കുന്നു. അത് മനസ്സിലായ മട്ടിൽ വൃദ്ധൻ, സൂപ്പർ സോൾജർ. ക്യാഷ്യർ അത് കേട്ട് വീണ്ടും മനസ്സിലാകാതെ നിൽക്കുകയാണ്. അപ്പോൾ വൃദ്ധൻ, ദർ ഇസ് എ സീക്രട്ട് ഓർഗനൈസേഷൻ കോൾഡ് അഡ്വാൻസ്ഡ് കോമ്പാറ്റ് റോബോട്ടിക്സ്, ACR. അത് പറയുമ്പോൾ കട്ടാവുന്നു. ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ അഡ്വാൻസ്ഡ് കോമ്പാറ്റ് റോബോട്ടിക്സ് ഓർഗനൈസേഷൻ അൺഡിസ്ക്ലോസ്ഡ് ഐലൻഡ്. അത് പറയുമ്പോൾ ACR ഓർഗനൈസേഷൻ്റെ പടുകൂറ്റൻ കെട്ടിടം കാണിക്കുന്നു. ജോലിക്കാരും സെക്യൂരിറ്റികളും സോൾജേഴ്സും അടക്കം ഹാഫ് റോബോട്ട്സ് ആണെങ്ങും. വൃദ്ധൻ്റെ ശബ്ദം, ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ മാസ്റ്റർ മൈൻഡ് കോൾഡ് ദ സെനറ്റർ. അപ്പോൾ ഇൻറ്റീരിയർ ACR ഓർഗനൈസേഷൻ. ഉള്ളിൽ നിറയെ നിരന്ന് നിൽക്കുന്ന സോൾജേഴ്സിന് നടുവിലൂടെ സാമാന്യ വലിപ്പമുള്ള ഒരാൾ നടക്കുന്നതിൻ്റെ സ്ലോ മോഷൻ ദൃശ്യം പിന്നിൽ നിന്ന് കാണിക്കുന്നു. പിന്നിൽ നിന്ന് കണ്ടാൽ പ്രഭാസിനെ പോലെ തോന്നിക്കുന്ന രൂപം. അപ്പോൾ വൃദ്ധൻ്റെ ശബ്ദം, ലോകത്തിലെ ഒരു ഗവൺമെൻറ്റിനും ആ സ്ഥലം എവിടെയാണെന്നറിയില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്നോ അവർ എന്താണ് അവിടെ ഉണ്ടാക്കുന്നതെന്നോ എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ ആർക്കും അറിയില്ല. അത് പറയുമ്പോൾ മറ്റൊരു വലിയ ഹാളിൽ ഹൾക്കിനെ പോലെ വലിപ്പമുള്ള റോബോട്ടിക് ജയൻസിൻ്റെ പണി നടക്കുന്ന ദൃശ്യം കാണിക്കുന്നു. അവർ ഒരുപാട് പേരുണ്ട്. വൃദ്ധൻ്റെ ശബ്ദം, ഒരാൾ കൊഴിച്ച്. അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ വൃദ്ധൻ്റെ വീട്. അത് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ അവിടെ കിടക്കുന്ന റോയ്സിനെ നോക്കുന്നു. വൃദ്ധൻ, പ്രോജക്റ്റിൻ്റെ തുടക്കത്തിൽ സെനറ്ററിനൊപ്പം ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഒഴിവായി. ഹി ഈസ് സ്പെക്ട്ര SR Type 1, എഞ്ചിനീയർഡ് ബൈ സെനറ്റേഴ്സ് അഡ്വാൻസ്ഡ് ബയോടെക്നോളജി ഡിവിഷൻ. അത് കേട്ട് ക്യാഷ്യർ റോയ്സിനെ നോക്കുന്നു. അപ്പോൾ വൃദ്ധൻ, എ ബ്ലെൻഡ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെഷീൻ, 30% ഓർഗാനിക് 70% സിന്തറ്റിക്, എ ഹൈബ്രിഡ് വിത്ത് സ്ട്രോങ് ഹ്യൂമൻ കമ്പോണൻറ്റ്. ക്യാഷ്യർ ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ വൃദ്ധൻ, ഒൺലി ഹീ ക്യാൻ സ്റ്റോപ്പ് ഹിം, ബട്ട് അതിന് തക്ക അഡ്വാൻസ്ഡ് അല്ല ഇവൻ. ഹീ ഈസ് ജസ്റ്റ് എ Type 1, അപ്ഡേറ്റ് വെർഷൻ 9 വരെയുണ്ട്. സോ വി നീഡ് ടു അപ്ഗ്രേഡ് ഹിം. അപ്പോൾ ക്യാഷ്യർ, എങ്ങനെ? അപ്പോൾ വൃദ്ധൻ, ACRൻ്റെ കീഴിലുള്ള മറ്റൊരു സബ് ഡിവിഷനുണ്ട്. അതെവിടെയാണെന്ന് എനിക്കറിയാം. എൻ്റെ വാക്ക് കേൾക്കുന്ന ഒരാൾ അവിടെയുണ്ട്. നമുക്ക് അവിടേക്ക് പോകേണ്ടി വരും. ക്യാഷ്യറിൻ്റെ മുഖത്ത് ഭയം ഓടിയെത്തുന്നു. അപ്പോൾ ക്യാഷ്യർ, പക്ഷേ പിടിക്കപ്പെട്ടാൽ? അപ്പോൾ വൃദ്ധൻ, ഇവനെ ഇപ്പോൾ പഴയപടിയാക്കാൻ എനിക്ക് പറ്റും. ബാക്കി ഇവൻ നോക്കിക്കോളും. എന്നിട്ട് സംശയത്തോടെ, ഓ, ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, നിനക്ക് പോകാം. അപ്പോൾ ക്യാഷ്യർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വൃദ്ധൻ, സെനറ്ററിനെ ഇല്ലാതാക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ ക്യാഷ്യർ, ഈ സെനറ്റർ അയാൾ മനുഷ്യനാണോ? അത് കേട്ട് വൃദ്ധൻ അയാളെ നോക്കുന്നു. ഇൻറ്റീരിയർ അഡ്വാൻസ്ഡ് കോമ്പാറ്റ് റോബോട്ടിക്സ് ഓർഗനൈസേഷൻ. വൃദ്ധൻ്റെ ശബ്ദം, ആൻ ഏലിയൻ. അത് പറയുമ്പോൾ വലിയ ഹാൾ നിറയെ മനുഷ്യരെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണിക്കുന്നു.
ഓർഗാനിക് പാർട്ടിൻ്റെ സെല്ലിനും മറ്റും എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ് അവരെ. അവിടെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സെനറ്ററിനെ കണ്ട് ആളുകൾ ഭയന്ന് പുറകോട്ട് പോകുന്നു. മുഖം കാണിക്കുന്നില്ല. സെനറ്ററിനടുത്ത് റോഹൻ നിൽക്കുന്നുണ്ട്. റോഹൻ്റെ മുഖമുള്ള ഒരുപാട് പേര് അവിടെയുണ്ട്. കട്ടാവുന്നു ഇൻറ്റീരിയർ വൃദ്ധൻ്റെ വീട്. ക്യാഷ്യർ അതെല്ലാം കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ വൃദ്ധൻ, വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ നിനക്ക് തിരിച്ചു പോവാം, ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാം. അപ്പോൾ ക്യാഷ്യർ, ഞാൻ പോകുന്നില്ല. അത് കേട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങിയ വൃദ്ധൻ അവനെ നോക്കുന്നു. അപ്പോൾ ക്യാഷ്യർ, ഞാൻ തിരിച്ചു പോകുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ കിടക്കുന്ന റോയ്സിനെ നോക്കി. അവിടെ നിന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ സൂപ്പർ മാർക്കറ്റ്. പുറത്തൊരു ബൈക്ക് വന്ന് നിർത്തുന്നു. അതിൽ നിന്നും റോഹൻ അകത്തേക്ക് കയറി ക്യാഷിലിരിക്കുന്ന ഭാഗത്ത് വന്നു. അവിടെ പ്രായമുള്ള ഒരാളാണ് ഇരിക്കുന്നത്. റോഹൻ, ഇവിടെ മുൻപുണ്ടായിരുന്ന ആളിന്ന് വന്നിട്ടുണ്ടോ? അപ്പോൾ ആ പ്രായമായ ആൾ ദേഷ്യത്തോടെ, അവനോ? അവൻ കള്ളനാ, കടയും പൂട്ടി പോയിട്ട് ഒരറിവുമില്ല, നിർത്തിയെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള മര്യാദ പോലും കാണിച്ചില്ല ആ ചെറുക്കൻ. അപ്പോൾ റോഹൻ, അവൻ്റെ അഡ്രസ്സൊന്നും തരാമോ? അപ്പോൾ പ്രായമായ ആൾ സംശയത്തോടെ, നിങ്ങളാരാ? അപ്പോൾ റോഹൻ പുഞ്ചിരിച്ചുകൊണ്ട്, ഫ്രണ്ടാണ്. അവിടെ നിന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ ക്യാഷ്യറിൻ്റെ വീട്. അടച്ചിട്ടിരിക്കുന്ന വീടിന് മുന്നിൽ മൂടിയിട്ടിരിക്കുന്ന ലംബോർഗിനിക്ക് മുന്നിൽ റോഹൻ നിൽക്കുന്നു. അവൻ ഷെയ്ഡ്സ് ഊരി ശേഷം ലംബോർഗിനി മൂടിയിട്ടിരിക്കുന്ന ഷീറ്റ് വലിച്ചു മാറ്റുന്നു. മുഖത്ത് ഒരു പുഞ്ചിരിയാണ്. അയാൾ ഷെയ്ഡ്സ് തിരികെ വെച്ചു. ഇവിടെ നിന്ന് അവസാന ഷോട്ട് വരെ സസ്പെൻസ് മ്യൂസിക് ലോയിൽ നിന്ന് ഹൈയിലേക്ക് ചാർജ് ചെയ്തു പോവുകയാണ്. റോഹൻ ലംബോർഗിനിയിൽ കയറി. വണ്ടി അവിടെ നിന്ന് പുറത്തേക്ക് സ്പീഡിൽ ഓടിച്ചു പോകുന്നു. ഈ സീൻ മുതൽ പ്രൈം മിനിസ്റ്ററുടെ ശബ്ദം വോയിസ് ഓവറായിട്ട് കടന്നു വരികയാണ്. പ്രൈം മിനിസ്റ്ററുടെ ശബ്ദം, ദി ഇൻക്രീസ്ഡ് പ്രസൻസ് ഓഫ് അഡ്വാൻസ്ഡ് റോബോട്ട്സ്, particularly those that mimic human appearance and behavior, poses a potential threat to our national security. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ കശ്മീർ, സംവെയർ ഇൻ കശ്മീർ. ആളൊഴിഞ്ഞ സ്ഥലത്ത് കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു ഫാക്ടറി കാണിക്കുന്നു. അകത്ത് ഹെലികോപ്റ്റർ പോലെ പറക്കുന്ന വലിയൊരു മെഷീൻ കുറച്ച് പേരുണ്ടാക്കിയെടുക്കുകയാണ്. വൃദ്ധനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഘടനയും മറ്റും നോക്കിക്കൊണ്ട് ക്യാഷ്യറും അവിടെയുണ്ട്. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരുന്നു. ആസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഐ urge all citizens to remain vigilant and report any unusual occurrence or sightings of such robots to the military immediately. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു ഇൻറ്റീരിയർ PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഓഫീസിൽ പ്രൈം മിനിസ്റ്റർ പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. പ്രൈം മിനിസ്റ്റർ, ടു എഫക്റ്റീവ്ലി കൗണ്ടർ ദിസ് എമർജൻറ്റ് ത്രെറ്റ്, we are establishing a new military wing called Machine Response Unit MRU, dedicated to defending our nation against robotic attacks. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു എക്സ്റ്റീരിയർ ഇന്ത്യൻ സ്ട്രീറ്റ്സ് ആൻഡ് സിറ്റീസ്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും മുക്കിലും മൂലയിലും MRU മിലിറ്ററി ഫോഴ്സ് പെട്രോളിംഗ് നടത്തുന്നതിൻ്റെ ദൃശ്യം കാണിക്കുന്നു. പ്രൈം മിനിസ്റ്ററുടെ ശബ്ദം, ദിസ് സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് വിച്ച് വി വിൽ ഡിപ്ലോയ് അക്രോസ് ദ കൺട്രി will be tasked with the monitoring, tracking and neutralizing potential robotic threats. പല സംസ്ഥാനങ്ങളിലും ആളുകൾ വീട്ടിലും മറ്റും വരുന്ന പ്രധാനമന്ത്രിയുടെ സ്പീച്ച് വാർത്തയിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു. കേരളത്തിലെ സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ ജോണും മറ്റു പോലീസുകാരും ഈ വാർത്ത നോക്കി നിൽക്കുന്നു. പ്രൈം മിനിസ്റ്ററുടെ ശബ്ദം, വി വിൽ നോട്ട് ടോളറേറ്റ് എനി ആക്ഷൻ ദാറ്റ് കോംപ്രമൈസ് അവർ നാഷണൽ സെക്യൂരിറ്റി. അവിടുന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ കശ്മീർ, സംവെയർ ഇൻ കശ്മീർ. ഫാക്ടറിക്കുള്ളിൽ മറ്റൊരിടത്ത് നിറയെ വെപ്പൺസ് അടുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പുറംതിരിഞ്ഞ് ആയുധങ്ങളുടെ കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് റോയ്സ് നിൽക്കുന്നു. കയ്യിൽ ഒരു ഗണ്ണുണ്ട്. മാത്രമല്ല അയാൾ പഴയപടി ക്ലാസി ഗ്ലാമറസ് ലുക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരുന്നു. ഐ കോൾ അപ്പോൺ ഓൾ ഇന്ത്യൻസ് ടു ജോയിൻ ഹാൻഡ്സ് വിത്ത് അസ് ഇൻ ദിസ് എഫോർട്ട്. ടുഗദർ വി വിൽ എൻഷുർ ദി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് അവർ ഗ്രേറ്റ് നേഷൻ. അപ്പോൾ റോയ്സ് തിരിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് സ്ലോ മോഷനിൽ നടക്കുന്നു. ക്യാമറയുടെ നേർക്ക് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് ഓഡിയൻസിനെ നോക്കിക്കൊണ്ടാണ് നടന്നു വരുന്നത്. നടത്തത്തിനിടയിൽ അയാൾ കയ്യിലെ തോക്ക് ലോഡ് ചെയ്യുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ശബ്ദം, ജയ് ഹിന്ദ്. പെട്ടെന്ന് ഇരുട്ടാവുന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മ്യൂസിക് ചാർജ് ചെയ്തു വരുന്നു. ദി എൻഡ്. ഇവിടെ തിരക്കഥ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് തിരക്കഥ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സിനിമാ ഭ്രാന്തന്മാരായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളൊരു സിനിമാ ഭ്രാന്തനാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത വീഡിയോസും ചാനലിലുള്ള മറ്റ് വീഡിയോസും കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു സ്ക്രിപ്റ്റുമായി വീണ്ടും വരാം.